തീവ്രമെങ്കിലും നിലനിൽക്കാത്ത ചില ബന്ധങ്ങളെന്തുകൊണ്ട്? ജ്യോതിഷപരമായ വിശദീകരണം. ചില ബന്ധങ്ങൾ കൊടുങ്കാറ്റുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരൂ. തീവ്രമായ ആകർഷണം, അഗാധമായ വികാരങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ. അത് വിധിപോലെ, പ്രണയം പോലെ തോന്നും. എങ്കിലും അത് നിലനിൽക്കില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ജ്യോതിഷമനുസരിച്ച് ഉത്തരം കർമ്മൂർജങ്ങളിലും ഗ്രഹങ്ങളുടെ സംയോജനങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നു. തീവ്രമായ ബന്ധങ്ങൾക്ക് പിന്നിലെ സത്യം, ഉയർന്ന തീവ്രതയുള്ള ബന്ധങ്ങൾ യാദൃച്ഛികമല്ല, അവ കർമ്മബന്ധങ്ങളാണ്. നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാനോ ഉണർത്താനോ അല്ലെങ്കിൽ സുഖപ്പെടുത്താനോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളുകൾ. ഈ ബന്ധങ്ങൾ പരിചിതവും ആകർഷകവും വൈകാലികമായി അമിതഭാരവുമുള്ളതായി തോന്നാൻ കാരണം നിങ്ങളുടെ ആത്മാക്കൾ ഇതിനു മുമ്പ് കണ്ടുമുട്ടിയിട്ടുണ്ട്. രാഹുവിന്റെ മായ, ഭ്രമത്തിന്റെ ഊർജം. പല തീവ്രബന്ധങ്ങളിലും രാഹു ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. രാഹു നിങ്ങളുടെ ചന്ദ്രനുമായോ ശുക്രനുമായോ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഭ്രമം, ആകർഷണം, വൈകാരികമായ ലഹരി എന്നിവ അനുഭവപ്പെടും. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങും, എന്തുകൊണ്ടാണെനിക്ക് ഈ വ്യക്തിയിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ ബന്ധം വിധി പോലെ തോന്നുന്നത്? എന്നാൽ രാഹുവിന്റെ പ്രണയം തീവ്രമാണ്, സ്ഥിരമല്ല. അതൊരു പാഠം പഠിപ്പിക്കാൻ വരുന്നു, ഒരു ജീവിതകാലം മുഴുവൻ സൃഷ്ടിക്കാനല്ല. ശനിയുടെ കർമ്മപരമായ പരീക്ഷണം, പക്വത പഠിപ്പിക്കാനാണ് ശനി ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ശനി നിങ്ങളുടെ ശുക്രനെയോ ചന്ദ്രനെയോ ഏഴാം ഭാവത്തെയോ സ്പർശിച്ചാൽ നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതും അഗാധമായതും ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായ ഒരു പങ്കാളിയെ കണ്ടുമുട്ടും. എന്നാൽ ശനി പറയും, ഇത് സ്ഥിരമായിരിക്കാനല്ല, ഇത് നിങ്ങളെ രൂപപ്പെടുത്താനാണ്. ബന്ധം ഭാരമുള്ളതും ഗൗരവമുള്ളതുമായി അർത്ഥംയുക്തവുമായി തോന്നുമെങ്കിലും പലപ്പോഴും താൽക്കാലികമായിരിക്കും. സ്ഥിരതയില്ലാത്ത അഭിനിവേശം. ചൊവ്വയും ശുക്രനും ഒരുമിച്ച് തീവ്ര രാസബന്ധം സൃഷ്ടിക്കുന്നു. ഇതാണ് നിന്നിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ആകർഷണം. എന്നാൽ പ്രശ്നം, തീ വേഗത്തിൽ കത്തിജ്വലിക്കുകയും വേഗത്തിൽ കെടുകയും ചെയ്യും. വൈകാരികമായ സന്തുലിതാവസ്ഥയില്ലെങ്കിൽ ഈ ബന്ധങ്ങൾ ആവേശകരവും അഭിനിവേശമുള്ളതുമായിരിക്കും, എന്നാൽ അല്പായുധവുമായിരിക്കും. ചന്ദ്രൻ നമ്മുടെ വൈകാരിക ആവശ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. എല്ലാ തീവ്രബന്ധങ്ങളും നിലനിൽക്കാൻ വേണ്ടിയുള്ളതല്ല. ചിലത് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്, നിങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടിയല്ല. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കാനോ നിങ്ങളുടെ മുറിവുകൾ ഉണക്കാനോ നിങ്ങളുടെ രീതികൾ മാറ്റാനോ അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കാനോ പഠിപ്പിക്കാനാണ്. തീവ്രതയെന്നാൽ എപ്പോഴും എന്നേക്കുമെന്നല്ല അർത്ഥമാക്കുന്നത്. തീവ്രതയെന്നാൽ ലക്ഷ്യമെന്നാണ് അർത്ഥമാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു ഭാഗം 2 വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.